പ്രിയദർശിനി സൗജന്യ യാത്രയിൽ പ്രതിഷേധം ശക്തമാക്കി സ്വകാര്യ ബസ്സുടമകൾ. ഇന്നലെ മാത്രം 100-ലധികം ബസ്സുകളാണ് തൃശൂരിൽ സർവീസ് അവസാനിപ്പിച്ചത്. വിവിധ റൂട്ടുകളിലെ വരുമാനം പകുതിയായി കുറഞ്ഞെന്നാണ് സംഘടനകൾ പറയുന്നത്. സർവീസുകൾ അവസാനിപ്പിച്ചതോടെ തൊഴിലാളികളും പ്രതിസന്ധിയിലാണ്. ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. KSRTC ബസ്സുകളിലെ പ്രിയദർശിനി സൗജന്യ യാത്ര, ഇന്ധന വിലക്കയറ്റം തുടങ്ങി ഒട്ടേറെ പ്രശ്നങ്ങൾ മൂലം പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് മേഖല. സ്വകാര്യ ബസ് മേഖലയെ സംബന്ധിച്ചുകൊണ്ട് തൃശൂർ സ്വകാര്യ ബസ്സുകളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഇന്നലെ മാത്രം ഇവിടെ തൃശൂർ ജില്ലയിലാകെ 100-ലധികം ബസ്സുകളാണ് സർവീസ് അവസാനിപ്പിച്ചിട്ടുള്ളത്. G-Form താൽക്കാലികമായ ഒരു റൂട്ടിലെ സർവീസ് അവസാനിപ്പിക്കുന്നുവെന്ന് കാട്ടി സർക്കാരിന് ബസ്സുടമകൾ നൽകുന്ന നോട്ടീസാണ്. അത്തരത്തിൽ G-Form നൽകി 100-ലധികം ബസ്സുകൾ ഇന്നലെ സർവീസ് അവസാനിപ്പിച്ചു. ബാക്കിയുള്ള ബസ്സുകളും വരും ദിവസങ്ങളിൽ സർവീസ് അവസാനിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഈ ഘട്ടത്തിൽ ബസ് മുതലാളിമാർക്കും അല്ലെങ്കിൽ ബസ് ഉടമകൾക്കും തൊഴിലാളികൾക്കും വലിയ ആശങ്കകളാണുള്ളത്. അവർ നമ്മളുമായി സംസാരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തൃശ്ശൂർ പാലക്കാടാണ്. കാരണം പറഞ്ഞാൽ 6 രൂപ 1600 ടോൾ കൊടുക്കണം. ശമ്പളം പോലും കിട്ടാത്ത അവസ്ഥയാണ്. ഡീസൽ 110 രൂപ അടിക്കുന്നത്. 3:45 കാലത്ത് വരെ ഇവിടെ എത്തുന്നത്, തൃശ്ശൂർക്ക് എത്തുന്നത്. വൈകുന്നേരം വീടുന്നത് 10 മണിയാണ്. ശമ്പളം പോലും കിട്ടാണ്ട് വീട്ടിലേക്ക് പോകുന്നത്. ഈ പ്രിയദർശിനി ബസ്സുകളുടെ സർവീസാണോ പ്രശ്നം? അതെ, 3000-4000 രൂപ കുറവാണ് ഇപ്പോൾ നിലവിൽ കളക്ഷനിൽ. എല്ലാ വണ്ടികൾക്കും അങ്ങനെ തന്നെയാണ്. തൃശ്ശൂർ പാലക്കാട് എല്ലാ വണ്ടികളും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തൃശ്ശൂർ പാലക്കാടാണ്. തൃശ്ശൂർ പാലക്കാട്, തൃശ്ശൂർ ഗോവിന്ദാപുരം ആ വഴിക്കാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഈ സ്വകാര്യ ബസ്സുകളിൽ സ്ത്രീകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ടോ? കുറവുണ്ട്. എത്രത്തോളം? എത്ര? പകുതി മുക്കാൽ ഒരു നിസ്സാര ആൾക്കാരൊക്കെയാണല്ലോ. അപ്പം കുട്ടികൾ, യാത്രക്കാരായിട്ട് മറ്റേ കുട്ടികളും വിദ്യാർത്ഥിനും മാത്രമേ ഉള്ളൂ. ഇതിപ്പോ പ്രൈവറ്റ് ബസ്സുകളിൽ ആളുകൾ ഒന്നും കയറുന്നില്ല. ഇപ്പം ലേഡീസിന് ഫ്രീ എന്ന് പറയുമ്പോൾ ലേഡീസ് ഫുള്ളായിട്ട് വരാതെ ഒന്ന്, ഒപ്പം തന്നെ അവരുടെ കൂടെ വരുന്ന അവരിപ്പോൾ ഭർത്താക്കന്മാരാവാം, ചിലപ്പോൾ അച്ഛന്മാരാവാം, ചിലപ്പോൾ മക്കളാവാം, അവരും ഈ പെണ്ണുങ്ങളുടെ കൂടെ ബസ്സിൽ അവിടെ പോണ്. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രൈവറ്റ് ബസ്സിൽ സ്ത്രീകൾ എന്നല്ല ആണുങ്ങളുടെ എണ്ണം കുറഞ്ഞേക്കാണ്. ഗതാഗത മന്ത്രിയും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ നിങ്ങൾ ബസ് ഉടമകളുടെ സംഘടനകൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതാണ്. പക്ഷേ ബഡ്ജറ്റിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായില്ല. ആ കാരണത്താലാണോ ഇപ്പോൾ സർവീസ് അവസാനിപ്പിക്കുക? അതായത് ഞങ്ങൾ ഇപ്പോൾ ഈ പ്രിയദർശിനി സർവീസ് തുടങ്ങിയതിൽ ഞങ്ങൾ എതിര് പറയുന്നില്ല. കാരണം അത് വളരെ കുറച്ചും കൂടി ആലോചിച്ചിട്ട് ചെയ്യേണ്ടായിരുന്നു. അതായത് കുറച്ച് വണ്ടികൾ അതിൻ്റേതായിട്ട് തമിഴ്നാട്ടിലെ പോലെ ഓരോ നമ്പർ ഇട്ടിട്ട് ആ വണ്ടികൾ വരുമ്പോൾ സ്ത്രീകൾക്ക് എല്ലാ വണ്ടികൾക്കും കൊടുക്കുന്നില്ല. അവർ അർഹതപ്പെട്ടവർക്ക് അംഗീകാരം കൊടുക്കുക. ഇതിപ്പോൾ 1 ലക്ഷം അതിലും കൂടുതൽ ശമ്പളം മേടിക്കുന്ന ആൾക്കാർ കൂടി ഈ ബസ്സിൽ. അപ്പം സാധാരണക്കാർക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യമാണത്. ഒരു 60 വയസ്സായ ആൾക്കാർക്കോ അല്ലെങ്കിൽ കാർഡ് BPL കാർഡ് നോക്കിയിട്ടോ അതേമാതിരി വയ്യാത്ത പേഷ്യൻറ്റുകൾക്കോ. സംസ്ഥാനത്ത് തന്നെ സ്വകാര്യ ബസ് മേഖല നേരിടുന്നത് പ്രിയദർശിനി സൗജന്യ യാത്രയെ തുടർന്നും ഇന്ധന വിലക്കയറ്റത്തെ തുടർന്നും വലിയ പ്രതിസന്ധിയാണ് എന്നുള്ളതാണ് പറയുന്നത്. തൃശ്ശൂരിൽ G-Form സമർപ്പിച്ചത് 100 ബസ്സുകളാണ്. ഗുരുവായൂർ, പാലക്കാട്, മാള, അതിരപ്പള്ളി അങ്ങനെ വിവിധ സ്വകാര്യ റൂട്ടുകളിലെ ബസ്സുകളാണ് ഇന്നലെ കൊണ്ട് സർവീസ് അവസാനിപ്പിച്ചത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ബസ്സുകളും ഇത്തരത്തിൽ സർവീസ് അവസാനിപ്പിക്കുമെന്നാണ് തൊഴിലാളികളും ബസ്സുടമകളും പറയുന്നത്. ഏതായാലും ഈ പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ട ഒരു പരിഹാരം അടിയന്തരമായി കാണണമെന്നുള്ളത് തന്നെയാണ് ഇരു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും നമ്മളോടായി പങ്കുവച്ചിട്ടുള്ള അഭിപ്രായം. ക്യാമറമാൻ രാഹുൽ സുദേവിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.